നമസ്കാരം. ഞാൻ വടക്കുന്നാഥൻ്റെ ശ്രീമൂലസ്ഥാനത്തിന് മുമ്പിലാണ്. പുതിയൊരു ഫോൺ മേടിച്ചു. ഒന്നുമില്ല, നമ്മുടെ വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ല ക്ലാരിറ്റിയുള്ള വീഡിയോ കിട്ടണമെന്ന് വിചാരിച്ച് ഒരു ഫോൺ മേടിച്ചതാണ്. നത്തിങ് 2A എന്ന് പറയുന്നൊരു ഫോൺ. അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റിയും കൂടി ടെസ്റ്റ് ചെയ്യാം. പിന്നെ എനിക്ക് കുറച്ച് സമയമുണ്ട്. അപ്പോൾ ശ്രീമൂലസ്ഥാനത്ത് നിന്നൊന്ന് വടക്കുന്നാഥനൊന്ന് തൊഴണം. അതൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. വടക്കുന്നാഥൻ്റെ ശ്രീമൂലസ്ഥാനം. തൃശ്ശൂർ പൂരം കഴിഞ്ഞ് ഇവിടെ നിന്നാണ് ഭഗവതിമാർ ഉപചാരം ചൊല്ലിപ്പിരിയുന്നത്. ആ സമയത്തൊക്കെ ഇവിടെ ഒരുപാട് തിരക്കായിരിക്കും. നമ്മളൊക്കെ ടി വിയിൽ കണ്ടിട്ടുണ്ടാവും. ഇവിടെയൊന്നും ജനസാഗരമായിരിക്കും. തൃശ്ശൂർക്കാരുടെ ഒരു അഹങ്കാരം എന്ന് പറയുന്നൊരു സ്ഥലമാണിത്. അപ്പോൾ ഞാനിതിൻ്റെ ഫോണിൻ്റെ പിക്ചർ ക്ലാരിറ്റി എല്ലാം കൂടി ഒന്ന് എടുക്കണമെങ്കിൽ ഇതാണ് കുറച്ചുകൂടി നല്ലത്. ഇതൊന്ന് അങ്ങനെ നേരെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് പോയി പടിഞ്ഞാറോട്ടെത്തും. ഓക്കെ, അപ്പോൾ നമുക്ക് പറ്റുമെങ്കിൽ തെക്കേ ഗോപുരനട എവിടെയും കൂടി ഒന്ന് പോവാം. അതുവരെ നടക്കണം. ഞാൻ എൻ്റെ കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത്. കാറവിടെ കിടക്കട്ടെ. ഇതിലങ്ങോട്ട് ക്രോസ് ചെയ്ത് അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ തെക്കേ ഗോപുരനട എത്തും. പ്രശസ്തമായ പൂരത്തിൻ്റെ കുടമാറ്റം നടക്കുന്ന സ്ഥലം. നമുക്കതുവരെ നടന്നു പോവാം. ഓക്കെ, ഇതാണ് നമ്മുടെ തെക്കേ ഗോപുരനട. പ്രശസ്തമായ കുടമാറ്റം നടക്കുന്ന തെക്കേ ഗോപുരനട. അപ്പോൾ പൂരത്തിന് മാത്രമാണ് തെക്കേ ഗോപുരനട തുറക്കുക. അതായത് തലക്കാവ് ഭഗവതി വന്ന് തെക്കേ ഗോപുരനട തുറന്നു കഴിഞ്ഞാൽ പൂരം വിളംബരമായി എന്നാണ്. പിന്നെ ആണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന പൂരം. അത് അവിടെ ആ കാണുന്ന ഭാഗത്താണ് പാറമേക്കാവിൻ്റെ കുടമാറ്റം നടക്കുക. ഇവിടെ നിൽക്കുന്നത് തിരുവമ്പാടിയായിരിക്കും. ഇതൊക്കെ പുരുഷാരം കൊണ്ട് നിറയുന്ന സ്ഥലങ്ങൾ. ഓക്കെ, ശംഭോ മഹാദേവ. ഓം നമ ശിവായ. തൃശ്ശൂരിൻ്റെ മുഖമുദ്ര എന്ന് പറയാതെ അല്ലേ, വളരെയധികം ഒരുപാട് ഇത്രയും ടൗണിൻ്റെ നടുവിൽ ഇത്രയും വലിയൊരു തുറസായി കിടക്കുന്നൊരു സ്ഥലം. ഇത്രയും നല്ല പണ്ട് കാലത്തെ രാജാക്കന്മാരും അല്ലെങ്കിൽ ശക്തൻ തമ്പുരാനൊക്കെ അന്ന കാലത്ത് ഇത്രയും ഒരു കാഴ്ചപ്പാടോടുകൂടി ഉണ്ടാക്കിയെടുത്തൊരു ടൗണാണ് തൃശ്ശൂർ. അതിൻ്റെ ഒരു വിശാലമായ സ്ഥലമാണിത്. അപ്പോൾ ഇനി ഞാൻ വേറെ ഇതിപ്പോൾ നമ്മൾ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അതായത് നമുക്ക് ലോകപ്രശസ്തമായിട്ടുള്ളൊരു സ്ഥലം. കാലങ്ങളായിട്ട് നമ്മുടെ ട്രഡീഷണലായിട്ടും എല്ലാം പ്രശസ്തമായിട്ടുള്ള സ്ഥലമാണ്. ഇനി നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ഭരണകർത്താക്കളും അവരൊക്കെ കൂടി ഉണ്ടാക്കിയിട്ടുള്ളൊരു ലോക പ്രശസ്തമായിട്ടുള്ളൊരു അന്താരാഷ്ട്രമായിട്ടുള്ളൊരു സാധനം തൃശ്ശൂരുണ്ട്. അവിടേക്ക് പോവാം. കാറിൽ കുറച്ച് ദൂരം പോകാനുണ്ട്. അപ്പോൾ അതിൻ്റെ വിഷ്വലും കൂടി ഞാനിതിലിടാം. അപ്പോൾ അത് ഇന്നത്തെ കാലഘട്ടത്തിന് ഒരു പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇത്രയും ഞാനിപ്പോൾ നിന്ന് പറയുന്നത് തെക്കേ ഗോപുരനടയുടെ മുമ്പിൽ നിന്നിട്ടാണ്. ഇത്രയും കഴിവുള്ള ഭരണാധികാരികൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് നമുക്കെപ്പോഴും അതൊരു എന്താ പറയുക, നമുക്ക് അഹങ്കരിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ആ പുതിയ നിർമ്മിതി നമുക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിനി അവിടേക്ക് പോകാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു മഹാത്ഭുതം. അന്താരാഷ്ട്ര നിലവാരത്തിൽ പണിതിട്ടുള്ള ഒരു ആകാശപാത. ഇത് തൃശ്ശൂരിന് മാത്രം സ്വന്തമായിട്ടൊരു കാര്യമാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു, പിന്നെ ഇത് തുറന്നു കൊടുത്തിട്ടില്ല. ഉദ്ഘാടനം കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞ് അടച്ചതാണ്. ഇതാളുകൾക്ക് ആ ഭാഗത്താണ് നമ്മുടെ പച്ചക്കറി മാർക്കറ്റ്, ശക്ത മാർക്കറ്റ് ഉള്ളത്. അവിടെ മീൻ മാർക്കറ്റാണ് ആ സൈഡ്. ഇവിടെയാണ് ശക്തമ്പുരാൻ ബസ് സ്റ്റാൻഡ് ഉള്ളത്. അപ്പോൾ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഇത് അടച്ചിട്ടിരിക്കുകയാണ്.
എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ഇതുപോലുള്ള വലിയ വലിയ സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് അടച്ചിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു മോശമായിട്ടുള്ള കാര്യമാണല്ലോ. കാരണം ലോകപ്രശസ്തമായിട്ടുള്ള സാധനങ്ങളാണ്. കാരണം ഇത്രയും ഒരു നല്ല രീതിയിൽ ഒരു ഒരു സ്ട്രക്ചർ നമുക്ക് വേറെ എവിടെയും കാണാൻ പറ്റില്ല. ദുബായിൽ ബുർജ് ഖലീഫ പോലും എനിക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ട് തോന്നില്ല. ആളുകൾ ഇതവിടെ കണ്ടില്ലേ, ആളുകൾ കുട്ടികളും മക്കളൊക്കെ ആയിട്ട് റോട്ടിൽ കൂടെ ക്രോസ് ചെയ്യണം. പിന്നെ തുറന്നിട്ടില്ല. അപ്പോൾ ആൾക്കാരൊക്കെ സാധാരണ പോലെ റോട്ടിൽ കൂടെ പഴയ പോലെ നടക്കുന്നുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയിട്ട് പോലും ആൾക്കാർ റോട്ടിൽ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ അല്ലാത്ത ദിവസം നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ. അപ്പോൾ ശരി. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പറ്റാവുന്നത്ര ഷെയർ ചെയ്യുക ഫേസ്ബുക്കിൽ. അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുക. പിന്നെ തുടർന്ന് വീഡിയോകൾ കാണാം. ഏതായാലും ഇന്നത്തേക്കുള്ളതായി. ഓക്കെ, അപ്പോൾ ശരി, കാണാം. ബൈ.